ഗാന്ധി ഫോൺ വാരാന്ത്യ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ഗാന്ധിഭവൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ മഹാസംഗമം ഗാന്ധി ഭവൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഡെഡിക്കേഷൻ റൗണ്ടിൽ പാടിയ ഗാനം ഗാന്ധി ഭവൻ കുടുംബത്തിനായി സമർപ്പിച്ച ദുർഗമോൾ. ഗാനഗന്ധർവൻ യേശുദാസുമൊത്തുള്ള അവിസ്മരണീയ മുഹൂർത്തങ്ങൾ പങ്കുവെച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹൻ. ക്രിസ്മസിനെ വരവേൽക്കാൻ പുൽക്കൂടൊരുക്കി ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ഗാന്ധി ഭവൻ സേവന പ്രവർത്തകരായ മഞ്ജുവും ശ്രീകുട്ടിയും. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ മഹാസംഗമം. കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പ്രതിനിധികളുടെ മതസൗഹാർദ്ദ മാനവ സംഗമം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ ലേക്ക് വ്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഈ സംഗമം CCC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഗൽഫാർ P. മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ വിവിധ മതമേലധ്യക്ഷന്മാരും ആത്മീയ ആചാര്യന്മാരും സാംസ്കാരിക കാരുണ്യരംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങളുമായ 20 പേർ ചേർന്ന് ഒരുമിച്ച് ഒരേ സമയം 20 മൺചരാതുകൾ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ബാക്കി കൂടി വയ്ക്കുക. ഒരുപക്ഷെ അത് നിങ്ങൾ ആർക്കും അറിയില്ല എന്താണെന്ന്. ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, ഡോക്ടർ ജോസഫ് മാർ ഡൈനീഷ്യസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, സ്വാമി അസംഗാനന്ദഗിരി, എ താഹമുസലിയാർ, ശ്രീമദ് ബോധേന്ദ്ര തീർത്ഥസ്വാമികൾ, പുനലൂർ സോമരാജൻ, P. രാമചന്ദ്രൻ, CH അബ്ദുൾ റഹീം, ഫാദർ ബിജു P. തോമസ്, റവറൻ K. റോയ്മോൻ, ഷാഹിദ് മൗലവി, റവറൻ ഡോക്ടർ ജോർജ് തോമസ്, ലയൻ അബ്ദുൽ വഹാബ്, സാജൻ വേളൂർ, K. ധർമ്മരാജൻ, S. സുവർണകുമാർ, പ്രൊഫസർ മോഹൻദാസ്, ഡോക്ടർ VK ജയകുമാർ, ഷാഹിദ കമാൽ എന്നിവർ ഉദ്ഘാടന സന്ദേശങ്ങൾ നൽകി. നിങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമായ പത്തനാപുരം ഗാന്ധിഭവന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് മാനവികത എന്ന് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 4 ജില്ലകളിലെ ഏകോപന പ്രവർത്തനങ്ങൾക്കായി ചീഫ് കോർഡിനേറ്ററായി ഗാന്ധിഭവൻ CEO ഡോക്ടർ വിൻസെന്റ് ഡാനിയേൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ കൺവീനർമാരായി യഥാക്രമം ഖാലിദ് M, സുനിൽ ഷാ കൊല്ലൂർവിള, വെരി റവറൻ ജോൺസൺ കല്ലിട്ടതിൽ കോർ എപ്പിസ്കോപ്പ, രാധാകൃഷ്ണൻ വനമിത്ര എന്നിവരെ തെരഞ്ഞെടുത്തു. മതസാമൂഹിക സാംസ്കാരിക കാരുണ്യ മേഖലകളിൽ നിന്നുള്ള 250ഓളം വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ മതങ്ങളും ഒത്തൊരുമിച്ച് ചേർന്ന് സ്നേഹ നിർഭരതയോടുകൂടി സമാധാനത്തോടുകൂടി പരിഹരിക്കുവാൻ നമുക്കാകുമ്പോഴാണ് ഗുരുക്കന്മാർ ഉപദേശിച്ച മത സന്ദേശങ്ങൾ ധന്യതയെ പ്രാപിക്കുന്നത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഡെഡിക്കേഷൻ റൗണ്ടിൽ പാടിയ ഗാനം ഗാന്ധി ഭവൻ കുടുംബത്തിനായി സമർപ്പിച്ച ദുർഗമോൾ. ഞാൻ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലെ എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് 3 വർഷം കൊണ്ട് ഗാന്ധി ഭവൻ ഇപ്പൊ പോകുന്നുണ്ട്. മാവേലിക്കര തെക്കേക്കര വാത്തിക്കുളം കുഴിക്കാല വീട്ടിലെ രാഗേഷ് ഗീതു ദമ്പതികളുടെ മകളായ ദുർഗ താമരക്കുളം VVHSSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായി സംഗീതം പഠിക്കുന്ന ദുർഗമോൾ സമയം കിട്ടുമ്പോഴൊക്കെ മാതാപിതാക്കൾക്കൊപ്പം ഗാന്ധി ഭവൻ സന്ദർശിക്കാറുണ്ട്. സംഗീത വഴിയിൽ വിജയങ്ങൾ നേടാൻ ഗാന്ധി ഭവനിലെ 1000 അമ്മമാരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ദുർഗമോൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. മാതാപിതാക്കളെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നുള്ള ഒരു സന്ദേശം അവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഗാന്ധിഭവന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മോള് സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ കാരുണ്യത്തിലും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മുടങ്ങാതെ തന്നെ ഗാന്ധിഭവനിൽ വരികയും അമ്മമാരുമായിട്ട് സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അമ്മക്ക് അവിടുത്തെ അച്ഛനമ്മമാരുടെ എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്.
ഇപ്പം ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിഭവന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ പുനലൂർ സോമരായൻ സാറ് മോള് സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ മനുഷ്യ സ്നേഹം സംഗീതമായി ജീവിതത്തെ സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ത്യാഗം, സമർപ്പണം, അതൊക്കെ ഇന്ന് അനേകായിരങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് ഗാന്ധിഭവന്റെ ഒരു പ്രസക്തി. ഗാനഗന്ധർവൻ യേശുദാസുമൊത്തുള്ള അവിസ്മരണീയ മുഹൂർത്തങ്ങൾ പങ്കുവെച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹൻ. ദാസൻ ആദ്യമായിട്ട് ശ്രീലങ്കയിൽ വരുന്നത് എൻ്റെ കൂടെയാണ്. ദാസൻ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഞങ്ങളവിടെ പോയി ടേപ്പ് റെക്കോർഡൊക്കെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് ദാസല്ലെന്ന് പറഞ്ഞു, എൻ്റെ ധൈര്യം നോക്കണം കേട്ടോ. മലയാളത്തിലൊരു കാലത്ത് ഏറ്റവും തിരക്കുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു ആർ ചന്ദ്രമോഹൻ. കമലഹാസന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യമായി ശബ്ദം നൽകിയത്. നടൻ ശങ്കറിന് വേണ്ടി 178 കഥാപാത്രങ്ങൾ, കൂടാതെ സുരേഷ് ഗോപി, വിക്രം, റഹ്മാൻ, വിനീത്, ഷാനവാസ്, ദേവൻ, വിജയകുമാർ, രവീന്ദ്രൻ, രാജ്കുമാർ, സുബൈർ തുടങ്ങിയവരടക്കം 2000-ഓളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഭാര്യയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ അമ്പിളിയുടെ വേർപാടോടെയാണ് 7 വർഷം മുമ്പ് ചന്ദ്രമോഹൻ ഗാന്ധി ഭവനിൽ എത്തുന്നത്. എന്നെ ദാസേട്ടനെ പരിചയപ്പെടുത്തുന്നത് മിസ്റ്റർ മങ്കമ്മ ഗോപാലകൃഷ്ണൻ, ഇവിടെ പാട്ടെഴുത്തുകാരൻ. അതിനുശേഷം ദാസേട്ടന് വളരെ ഇതായി. ദാസേട്ടൻ ആദ്യമായിട്ട് ശ്രീലങ്കയിൽ വരുന്നത് എൻ്റെ കൂടെയാണ്. ഞങ്ങളാണ് ആ പ്രോഗ്രാം നടന്നത്. ഒരു 15 ദിവസത്തോളം ശ്രീലങ്കയിലായിരുന്നു. 8 ലൈറ്റ് സോങ്സും 4 ക്ലാസിക്കലും, അങ്ങനെ ആ പ്രോഗ്രാം നടത്തി. അതായത് എനിക്കൊരു ടേപ്പ് റെക്കോർഡർ വേണം ശ്രീലങ്കയിൽ വെച്ച്. അത് വാങ്ങിക്കാനുള്ള പ്ലാൻ ചെയ്തു. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നു. അപ്പോൾ രാവിലെ പോയി നമുക്ക് സോണിയുടെ ഷോറൂമുണ്ട്, അവിടെ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ദാസേട്ടൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിരിക്കും, ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഞങ്ങളവിടെ പോയി ടേപ്പ് റെക്കോർഡൊക്കെ വാങ്ങിച്ച് സെലക്ട് ചെയ്തു. വലിയ ഇതായിട്ട് വരുമ്പോൾ ഈ ഗാനമേള എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ദാസേട്ടെന്ന് പറഞ്ഞു, എൻ്റെ ധൈര്യം നോക്കണം കേട്ടോ. ഞാനവിടെ പോയിട്ട് പുതിയ ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചതല്ലേ, അതെടുത്ത് വെച്ച് അങ്ങ് പാടി. മുസ്ലിം പാടി എനിക്കറിയാവുന്നത് പേര് അള്ളാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ എല്ലാവരും എത്തീമുകൾ എന്ന സാധനം ദാസേട്ടൻ കൂടെ കൊടുത്തു. പുള്ളി സന്തോഷത്തോടെ വാങ്ങിച്ചു പോയി. അങ്ങനെ ദാസേട്ടന് കേസലിട്ട് കേൾപ്പിച്ചു. ഒന്നും വേണ്ടിയില്ല. ഗാനമേള നടന്നു. ഗാനമേളയ്ക്ക് ആ പാട്ട് തന്നെ പുള്ളി പാടി ഭയങ്കര രസമായിരുന്നു. എല്ലാവരും പറഞ്ഞു. അപ്പോൾ രാത്രി ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്ന് പറയും, നീ ഒരു കാര്യം ചെയ്യണം, നീ എങ്ങനെ ഡബ് ചെയ്താൽ മതി, പാടാൻ പോകരുത്. അതൊരു വലിയ ഇതായിരുന്നു. ഇപ്പോൾ ഗാന്ധിഭവൻ സ്നേഹഗ്രാമ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രമോഹൻ. ഗാന്ധിഭവനിലെ കുടുംബാംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ നോക്കി നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ട 10 പ്രതിനിധികളടങ്ങുന്ന സ്നേഹഗ്രാമം പഞ്ചായത്തിൻ്റെ കടമ. ക്രിസ്മസിനെ വരവേൽക്കാൻ പുൽക്കൂടൊരുക്കി ഗാന്ധിഭവനിലെ കുഞ്ഞുങ്ങൾ. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ത്യാഗത്തിന്റെ പര്യായമായ യേശുനാഥന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. സന്തോഷവും പ്രതീക്ഷയും സമന്വയിപ്പിച്ച് ഗാന്ധിഭവനിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. യേശുക്രിസ്തു ജനിച്ച ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് പുല്ലും വൈക്കോലും ഉപയോഗിച്ച് പുൽക്കൂട് നിർമ്മിക്കുന്നത്. ഉണ്ണിയേശുവിൻ്റെയും മാതാപിതാക്കളുടെയും അവരെ കാണാനെത്തിയവരുടെയും രൂപങ്ങൾ പുൽക്കൂട്ടിൽ വയ്ക്കും. ഇനിയും പ്രതീക്ഷകളുമായി ആ തിരുരാത്രിക്കായുള്ള കാത്തിരിപ്പിലാണ് കുരുന്നുകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ഗാന്ധിഭവൻ സേവന പ്രവർത്തകരായ മഞ്ജുവും ശ്രീകുട്ടിയും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളായ മഞ്ജുവും ശ്രീകുട്ടിയും. കാര്യറ അമ്പലം 6-ാം വാർഡിൽ നിന്നാണ് ഗാന്ധിഭവൻ സ്നേഹപ്രവർത്തകയായ മഞ്ജു വിളക്കുടി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗാന്ധിഭവനിലെ അച്ഛനമ്മമാരുടെയും സേവന പ്രവർത്തകരുടെയും ഏറെ പ്രിയപ്പെട്ട മഞ്ജുവിന്
ജനസേവനത്തിനുള്ള കരുത്തേറിയ പാഠശാലയായിരുന്നു ഗാന്ധിഭവൻ. ഇനിയും ഒരുപാട് ജീവിത വിജയങ്ങൾ നേടാൻ മഞ്ജുവിന് പ്രാർത്ഥനാപൂർവം ആശംസകൾ നേരുകയാണ് ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ. വിളക്കുടി പഞ്ചായത്ത് കാര്യറ അമ്പലം 6-ാം വാർഡിൽ ജനപ്രതിനിധിയായി ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഗാന്ധി ഭവനിലുള്ള സേവനം, ഗാന്ധി ഭവനിൽ ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ, അമ്മമാരുടെ ഇടയിൽ അമ്മമാരുടെ സങ്കടങ്ങളും ഒക്കെ കണ്ടറിയുവാനും ഒക്കെയുള്ള കഴിവ് എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങളിലേക്കും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാനും ഒക്കെ സാധിക്കും എനിക്ക് എന്ന് നല്ല വിശ്വാസമുണ്ട്. ഏരൂർ ടൗൺ 15-ാം വാർഡിൽ നിന്നാണ് ശ്രീകുട്ടി സുനിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പൊതുപ്രവർത്തനവും ജനസേവനവുമൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ശ്രീകുട്ടി മുൻ പുനലൂർ MLA PK ശ്രീനിവാസൻ്റെ ചെറുമകളും ഇപ്പോഴത്തെ പുനലൂർ MLA PS സുബാലിൻ്റെ ജ്യേഷ്ഠൻ PS സുനിലിൻ്റെ മകളുമാണ്. ജനപ്രതിനിധിയായും ഗാന്ധിഭവൻ സേവന പ്രവർത്തകയായും പൊതുജീവിതം തുടരുവാൻ ആഗ്രഹിക്കുന്ന ശ്രീകുട്ടിക്കും പ്രാർത്ഥനാപൂർവം ആശംസകൾ നേരുകയാണ് ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾ. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏരൂർ ടൗൺ വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഗാന്ധി ഭവനിൽ ഏകദേശം 1 വർഷത്തോളമായി സേവന പ്രവർത്തകയായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. ഇവിടുത്തെ ഒരുപാട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് എനിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചത്. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇവിടുത്തെ അമ്മമാരോടും അച്ഛന്മാരോടും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരോടും. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ അമ്മമാരുടെ ഒരു സ്നേഹത്തോടുള്ള ഒരു സമീപനമാണ് എനിക്ക് ഈ സ്ഥാപനത്തിൽ സേവനം അനുഷ്ഠിക്കാനായിട്ടുള്ള പ്രചോദനമായത്. ഇനി ഈ ആഴ്ച ഗാന്ധി ഭവനിലെത്തിയ പുതിയ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഷാജിക്കും ആശ്രയമായി ഗാന്ധി ഭവൻ. കോന്നി കാട്ടുവീട്ടിൽ പുത്തൻ വീട് ഷാജിക്കും ആശ്രയമായി ഗാന്ധിഭവൻ. വിവാഹിതനെങ്കിലും ഷാജിയെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു പോയതാണ്. ശാരീരികമായും മാനസികമായും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഷാജിയെ സംരക്ഷിക്കാൻ നിലവിൽ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. തുടർന്ന് നാട്ടുകാർ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പോലീസിൻ്റെയും വാർഡ് മെമ്പർ ഷിഹാബിൻ്റെയും ശുപാർശയോടെ ഗാന്ധിഭവനിൽ എത്തിക്കുകയുമായിരുന്നു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം ഷാജിയെയും ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയായിരുന്നു. ഗാന്ധിഭവന്റെ തണലിലേക്ക് ഗൗരിക്കുട്ടിയും. ചണ്ണപ്പേട്ട ഇളവൂർ ഭഗവതി വിലാസം ഗൗരിക്കുട്ടി ഭർത്താവിൻ്റെ മരണശേഷം വാർദ്ധക്യത്തിൽ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. മക്കളില്ലാത്ത ഇവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് സഹോദരിയുടെ മകളായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കൊപ്പം നടക്കുവാൻ ബുദ്ധിമുട്ട് കൂടിയായപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കുവാൻ പോലും ഒരാളുടെ സഹായം ആവശ്യമായി വന്നു. തുടർന്ന് വാർഡ് മെമ്പർ ജേക്കബ് മാത്യു ഇവരുടെ വിവരങ്ങൾ ഗാന്ധിഭവനിൽ അറിയിച്ചതിനെ തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ്റെ നിർദ്ദേശപ്രകാരം ബന്ധുക്കൾ ഗൗരിക്കുട്ടിയെ ഗാന്ധിഭവനിലെത്തിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബത്തിൽ ഗൗരിക്കുട്ടിയും അംഗമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണുന്നതുവരെ നമസ്തേ.